അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ എത്തുമ്പോൾ ഞാൻ നേരത്തെ വിട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ ബാങ്ക് വിളിയുമായുള്ള വിഷയം, പിന്നെ മുസ്ലിയാക്കന്മാർക്ക് ഹാലിളകുന്നത് തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിനെ പറ്റിയാണ് ചർച്ച. പൊതുസമൂഹത്തിന്റെ ഇടയിൽ പിന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ മിടുക്കന്മാരാണല്ലോ ഈ മുസ്ലിയാക്കന്മാർ. അതിൽ യാതൊരു തർക്കവുമില്ല. എവിടെയാണോ കത്തിവെക്കാൻ പറ്റുക, എവിടെയാണോ ജനങ്ങളെ വഞ്ചിക്കാൻ പറ്റുക, എവിടെയാണോ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുക, അതൊക്കെ അവർ ഉപയോഗപ്പെടുത്തും. റമളാൻ എത്തിക്കഴിഞ്ഞാൽ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിലായി സ്വഹീഹായ ഹദീസുകൾ തന്നെ നിരവധിയുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ആധികാരികമായ ഒരു ഹദീസ് ഗ്രന്ഥം ലോക മുസ്ലിം അംഗീകരിച്ചത് സ്വഹീഹ് ബുഖാരിയാണ്. അപ്പൊ ഇതൊക്കെ നിലവിലുണ്ടായിട്ടും അതിലൊക്കെ കൃത്യമായിട്ട് റസൂലുള്ളാഹിന്റെ തറാവീഹിൻ റക്അത്തിന്റെ എണ്ണം ആയിഷ റളിയല്ലാഹു അൻഹ മഹദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വഹീഹ് ബുഖാരിയിൽ തറാവീഹിന്റെ അധ്യായത്തിൽ തന്നെ കൊടുക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം, തറാവീഹിന്റെ അധ്യായത്തിൽ അത് കൊടുക്കുന്നത് കേട്ടോ, രാത്രി നമസ്കാരം 11 റക്അത്തായിരുന്നു എന്ന് കൃത്യമായിട്ട് സ്വഹീഹായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്തയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് കിതാബുകളിൽ അത് ഇതുമായി ബന്ധപ്പെട്ട് കാണാം. 20 എന്നുള്ള കണക്ക് ലൈഫാണ് താനും. അപ്പൊ ഇങ്ങനെയാണ് നിജസ്ഥിതിയുള്ള ഈ അവസ്ഥയിൽ അത് ജനങ്ങളെ കൃത്യമായി പഠിപ്പിക്കാതെ 20 നിസ്കരിക്കണം എന്നും പറഞ്ഞിട്ട് വിത്തിലടക്കം 23-ലേക്കാണ് ഈ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. എനിക്ക് എൻ്റെ സഹോദരന്മാരോടും എൻ്റെ സംസാരം കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, റസൂലുള്ളാഹിനെ പിൻപറ്റുകയാണെങ്കിൽ 11 റക്അത്ത്, അതല്ല സമസ്തക്കാരെ പിൻപറ്റുകയാണെങ്കിൽ 23, 36, 46 എത്ര വേണം നിസ്കരിച്ചോളി. കാരണം സമസ്തക്കാരെ പിൻപറ്റുകയാണെങ്കിൽ പിന്നെ റക്അത്തിന്റെ അവർക്ക് എണ്ണവും കൃത്യമൊന്നുമില്ല. കാരണം 11 റക്അത്തിന്റെ ഹദീസ് വിത്തറിനെ പറ്റിയാണെന്നാണ് പിന്നെ മുസ്ലിയാക്കന്മാർ പറയാ. അപ്പോൾ എത്രയായി? 20, 11, 31 റക്അത്തായി. അതവർ നിസ്കരിക്കേണ്ട ഇല്ല താനും. അപ്പൊ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, റസൂലുള്ളാഹിനെ പിൻപറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടോ? റസൂലുള്ളാഹിന്റെ ചര്യ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ പ്രവാചകന്റെ റക്അത്ത് ഖിയാമുൽ ലൈല്, രാത്രി നമസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം 11. അതല്ല, സമസ്ത പണ്ഡിതന്മാരെയും അവരുടെ ആലയത്തിൽ കൊണ്ടുപോയി തല പണയം വെച്ചവരും അവരെ പിൻപറ്റി നിസ്കരിക്കാവുന്നതാണ്. നമുക്ക് ആർക്കും തർക്കമില്ല. നിങ്ങളെ 10, 30, 40 എത്ര വേണേ അയക്കും. പക്ഷെ റസൂലുള്ളാഹിനെ പിൻപറ്റുന്നവർ 11 റക്അത്താണ്. പിന്നെ ഇപ്പോൾ ഇതിനെപ്പറ്റി പലരും ന്യായീകരിക്കുന്നുണ്ട്. റക്അത്തിനെ പറ്റി പലവിധ യുക്തിയാണ്. പിന്നെ മന്തിക്കാണ് ഇവർ സംസാരിക്കുക, തർക്കം. അപ്പോൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ ആശയത്തിനനുസരിച്ച്, മൂപ്പര യുക്തിക്ക് അനുസരിച്ച് അത് വിശദീകരിക്കും. 8 റക്അത്ത് ഇവിടെ നിസ്കരിച്ചുള്ള, ബാക്കി വീട്ടിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഉടായിപ്പ് ന്യായീകരണം. ഇപ്പോൾ അമ്പലക്കടവും ഇങ്ങനെ തന്നെയാണ് വന്ന് പറയുന്നത്. നമുക്ക് അമ്പലക്കടവ് ന്യായീകരണം ഉണ്ടാവും എന്ന് കേട്ടോക്കെ ആദ്യം. അങ്ങനെ വളരെ കൃത്യമാണല്ലോ. വിശുദ്ധ മസ്ജിദുൽ ഹറാമിലോ മസ്ജിദുൽ നബവിയിലോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യയ്ക്ക് വിരുദ്ധമായി ഈ 10,000 നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി മാറ്റം വരുത്തുമ്പോൾ ചരിത്രത്തിൽ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തി വെക്കുമല്ലോ. ഇന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറാമിൽ നടന്നു വരുന്ന തറാവീഹിന്റെ എണ്ണം അത് 20 മാറ്റം വരുത്തി എന്ന് പറയുമല്ലോ. ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാര് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിനെ കുറിച്ചുള്ള ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും അതല്ലാത്ത ഒരുപാട് പണ്ഡിതന്മാർ, ഹദീസിന്റെ പണ്ഡിതന്മാർ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടും അതൊന്നും പോരാ. അല്ലെങ്കിൽ ഇവർ പ്രമാണങ്ങൾ നോക്കിയിട്ടാണല്ലോ ഇവരിപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന അനാചാരങ്ങളും ബിദ്അത്തൊക്കെ പ്രമാണങ്ങൾ നോക്കിയിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത്. അതൊന്നും ഇവർക്ക് ഈ പ്രമാണമൊന്നും പറ്റൂല. ഹദീസ് ഇമാം ബുഖാരി പറഞ്ഞൊന്നും പറ്റൂല. തറാവീഹിന്റെ അധ്യായത്തിൽ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്ന ഹദീസ് ഏതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് മഹദി പറഞ്ഞത്? മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. 11 പിന്നെ റമളാൻ ആണെങ്കിലും റമളാനിൽ അല്ലെങ്കിലും പ്രവാചകന്റെ രാത്രി നമസ്കാരം 11-നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ 11 റക്അത്താണ്. ഈ പ്രമാണമൊന്നും പറ്റൂല. റമളാൻ എത്തുമ്പോൾ ബുഖാരി പറ്റൂല. പിന്നെ വേണ്ടത് മക്കാരെ എഴുതി വെക്കണത്, നോട്ട് ബുക്കിൽ എഴുതി വെക്കണം, ഇതാ ഞങ്ങൾ 8 മാറ്റിയിട്ട് 20 ആക്കിയിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടില്ല എന്നാ പറയണേ. ഇങ്ങനെ ഒരു ദീനുണ്ടോ കൂട്ടരെ? മക്കയിലേക്ക് നോക്ക്, മദീനയിലേക്ക് നോക്ക്, ഫലസ്തീനിലേക്ക് നോക്ക്, അവിടേക്ക് ഒരു നാട്ടിലേക്ക് നോക്കിയിട്ട് ഒരു ആരാധന സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് പ്രമാണം നോക്കിയിട്ട് അപ്പം ഈ കാട്ടിക്കൂട്ടിനെ ഈ അനാചാരങ്ങളൊക്കെ നിങ്ങൾ ഏത് കിതാബിൽ നോക്കിയിട്ടാണ്? നിങ്ങൾ പ്രമാണം നോക്കിയിട്ടാണ്? അല്ലല്ലോ. അപ്പൊ പ്രമാണം എത്തുമ്പോൾ നിങ്ങൾ റമളാൻ എത്തുന്ന സമയത്ത് ബുഖാരി മാറ്റി വെക്കും. ഇതാണ് ഇവരുടെ ന്യായീകരണം. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇനി അടുത്ത ആള് ഈ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാല് മക്കയിലെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടില്ല, എഗ്രിമെന്റ് എഴുതിയിട്ടില്ല, അങ്ങനെ മാറ്റണമെങ്കിൽ അവിടെ മാറ്റണ്ടേന്ന്. അല്ലെങ്കിൽ ഇപ്പം മക്കയിൽ നടക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ അംഗീകരിക്കുമോ?
മക്കയിൽ നടക്കുന്ന കാര്യം മൊത്തം നിങ്ങൾ അംഗീകരിക്കണം. അവിടെ സ്ത്രീകൾ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അവിടെ കുനൂത്തില്ല, അതേപോലെ ഇവിടെ നിങ്ങൾ കാട്ടിക്കൊടുന്ന പല അനാചാരങ്ങളും അവിടെ ഇല്ല. ആൾക്ക് നിങ്ങൾ അംഗീകരിക്കോ? എന്താ നിങ്ങൾ ഇതുമോ മാത്രം പിടിച്ചത്? എന്താ നിങ്ങൾ ഇതുമോ മാത്രം പിടിക്കാൻ കാരണം എന്താ? അപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. ഇവിടെ സ്വഹീഹായ ഹദീസ് ഇവിടെ ഉണ്ട്, അത് പറ്റൂല. ഇനി മക്കയിലുള്ള പഠനകർത്താക്കൾ അവിടെ എഴുതി വെച്ചിട്ടില്ല, അതുകൂടി കിട്ടിയാലേ മുപ്പർക്ക് പിന്നെ ഒരു വിശ്വാസം വരുള്ളൂ റക്കഅത്തിന്റെ എണ്ണത്തിലേക്ക്. ഒരു നാട്ടിലേക്ക് നോക്കിയിട്ട് പിന്നെ ഒരു ഇബാദത്ത് തീരുമാനിക്കുക, ഇത് ഏത് ഇസ്ലാമാണ്? അപ്പൊ ഇനി അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ അടുത്തത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. എല്ലാവർക്കും ഇതാണ് ധാരണകള്, ഊഹങ്ങള്. അങ്ങനെ ആയേക്കാം, അങ്ങനെ ആകും, അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെയാണ് ജിഫ്രി തങ്ങൾ പറയുന്നുണ്ട്. ഇനി മൂപ്പര് നായികനെ നമുക്ക് കേൾക്കാം. ചില ആളുകൾ എന്താണ് വന്ന് 8 റക്അത്തിലെ ഒരു നബിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 സ്കരിച്ച് വീട്ടിലേക്ക് പോയി, വീട്ടിൽ നിന്ന് ബാക്കി സ്കരിക്കാനും സാധ്യതയുണ്ട്. എന്താണ് സമസ്ത പ്രസിഡന്റിന്റെ ന്യായീകരണം? ചില ആൾക്കാർ 8 വന്ന് കൂടിയിട്ടുണ്ടാവുമെന്ന്, അല്ലെങ്കിൽ നബി 8 നമസ്കരിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ബാക്കി നമസ്കരിച്ചിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഉണ്ടായിക്കൂടെയെന്ന്. എന്തൊക്കെയാ ഇതാണ് ഇവരുടെ തോന്നലുകളാണ് ഇവരുടെ മതം. ഇവർക്ക് എന്ത് തോന്നുന്നോ അതാണ് ദീന്. ഇതാണ് ന്യായീകരണം. അമ്പലക്കടവ് പറയാ അവിടെ എഴുതി വെക്കാത്തത് കൊണ്ടാണ് ഇത് അംഗീകരിക്കാത്തത്, അവിടെ എഴുതി വെക്കൂലേന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ അമ്പലക്കടവിനോട് ചോദിക്കട്ടെ, അവിടെ അവര് പിന്നെ മക്കയിലെ ഭരണകർത്താക്കള് മാല പാടില്ല, മൗലിദ് പാടില്ല, മയ്യത്ത് വെച്ച് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ ഞങ്ങൾ അംഗീകരിക്കും അത്? അല്ല, അവിടെ എഴുതി വെച്ചെന്ന് കൂട്ടിക്കോ. ഇപ്പോൾ സൗദിയിലെ ഭരണകർത്താക്കള് അവിടെ എഴുതി വെച്ചു, ഈ ജാറം വിറ്റ് തിന്നാൻ പാടില്ല, ആണ്ട് പാടില്ല, ഉറൂസ് പാടില്ല, നബിദിനം പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചാൽ നിങ്ങളത് അംഗീകരിക്കും? അതാദ്യം പറയും, അംഗീകരിക്കോ? ഇവിടെ സ്വഹീഹായ ഹദീസ് ഇവിടെ കിതാബുകളിൽ ഉണ്ടേ, പ്രമാണം ഇവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്, എത്ര റക്അത്ത് എണ്ണം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് ഇവർക്ക് ഇത് പറ്റൂല, ഇവർക്ക് അവിടെ എഴുതി വെച്ചാലേ പറ്റുള്ളൂ എന്നാ. അപ്പൊ ജിഫ്രി പറയുന്നത് ഇപ്പൊ അങ്ങനെയല്ല, പിന്നെ നബി 8 നമസ്കരിച്ചിട്ട് ബാക്കി അവിടെ പോയിട്ട് ഒളിച്ചും പാത്ത് നിന്നിട്ട് ബാക്കി നിസ്കരിച്ചിട്ടുണ്ടാകും. അങ്ങനെയും സാധ്യതയല്ലേ, അങ്ങനെയും ചെയ്യാലോ എന്നൊക്കെയാണ്. ബാക്കി കേൾക്കിനി. മറിച്ച് ഈ 20 റക്അത്ത് അപ്പോൾ എവിടെ നിന്ന് കിട്ടിയിരിക്കണം? ഈ 20 റക്അത്ത് എവിടെ നിന്ന് കിട്ടിയിരിക്കണം? ചേളായിരുന്നു കിട്ടണം. ചേളായിരുന്നു കിട്ടണം എന്ന്. കാര്യം ബുഖാരി നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈയുടെ മുവത്ത നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല, മറ്റു പല പണ്ഡിതന്മാരും എഴുതിയ കിതാബ് നിങ്ങൾക്ക് പറ്റൂല. റമദാൻ എത്തുമ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് സ്വീകാര്യമല്ല. അപ്പൊ ഇനി 20 എവിടെ നിന്നാ കിട്ടിയേ? ചേളാരി സമസ്തയുടെ ഉള്ളിൽ നിന്ന് കിട്ടി. കാരണം നിങ്ങൾ തീരുമാനിക്കുകയാണ്, നിങ്ങളാണ് ഈ സമൂഹത്തിൽ ഇത് ഉള്ള അനാചാരങ്ങൾ മുഴുവൻ നിങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പൊ എന്തൊക്കെ കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ ചേളായിരുന്നാ കിട്ടിയത്. വ്യക്തമാണ്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങൾ പഠിപ്പിച്ചു, സ്വഹാബത്ത് അത് ചെയ്തു. ഹദീസിൽ തന്നെ കാണുന്നൊരു സ്വഹീഹായ ഹദീസിലുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റുമാണ് നിസ്കരിച്ചിരുന്നതെന്ന്. കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം 8 റക്അത്തും വിത്രടക്കം 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അത് വളരെ കൃത്യമാണ്, കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ഇപ്പം ഈ പറഞ്ഞതൊക്കെ വ്യക്തതയില്ല. കാരണം 20ന്റെ പേര് 20 എന്ന് പറഞ്ഞു വന്നത് മുഴുവൻ ലഈഫാണ്, അത് ശുദ്ധമായ നുണയാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കിയതൊക്കെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ നുണ പറയുന്ന നിങ്ങൾക്ക് പിന്നെ സ്വഹാബത്തിൻ്റെ കാര്യം വലിയ വിഷയമൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ 20 റക്അത്ത് ഒരു ഇമാമിൻ്റെ കീഴിലാണ് അതിനെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ മേൽ നിങ്ങൾ പറയുന്ന ശുദ്ധമായ നുണയാണ്. അല്ലെങ്കിൽ അതുമായി വന്നിട്ടുള്ള എല്ലാ ഹദീസും ദുർബലമാണ്. സ്വഹീഹായ ഹദീസ് ഇമാം ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് കൃത്യതയുള്ളത്, അതാണ് വ്യക്തമായത്. അതങ്ങോട്ട് പറഞ്ഞ് വിശ്വസിച്ചാൽ പോരെ. നിങ്ങൾ എന്ത് റമദാൻ എത്തുമ്പോൾ ഈ ബുഖാരി എന്താ സ്വീകരിക്കാത്തത്? അതാണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബുഖാരി ഇമാമു പറഞ്ഞു, അതെ തവസ്സുലിന് പറഞ്ഞു, ഇസ്തിഹാസക്ക് പറഞ്ഞു, അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ബുഖാരി മുസ്ലിമും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് ഹദീസ് വളച്ചൊടിച്ച് ന്യായീകരിക്കുമല്ലോ. എന്താ റമദാൻ എത്തുമ്പോൾ പിന്നെ ഇമാം ബുഖാരി എന്താ തള്ളണ്? എന്താണ് അതിൻ്റെ ആവശ്യം എന്താണ്? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന ആശയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. പ്രവാചകന്റെ ചര്യയിലേക്ക് ജനങ്ങൾ എത്താൻ പാടില്ല. നിങ്ങൾ പിന്നെ പണ്ഡിതന്മാർ എന്തിനും ഞാൻ സമസ്ത എന്ന് പറയാൻ പറയോ? ചേളാരിൽ നിന്ന് കിട്ടിയതെന്ന് പറയാൻ എന്താ കാരണം? ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ പിന്തുണ പോലെ ഈ വിഷയത്തിൽ നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ പിന്തുണ അല്ല, പ്രവാചകന്റെ പിന്തുണ അല്ല, അത് മുഫസ്സിറുകളുടെ പിന്തുണ അല്ല, പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു പിന്തുണ ഈ വിഷയത്തിലില്ല. അപ്പൊ പിന്നെ എവിടുന്നാ കിട്ടുക? ചേളാരിന്ന്. കാരണം മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഒരു പിന്തുണ വേണ്ട നിങ്ങൾക്ക്.
നിങ്ങളാണെങ്കിൽ ഷാഫി ഇമാം മദ്ഹബിന്റെ പ്രമുഖ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന പാർട്ടികളാണ് നിങ്ങളൊക്കെ. യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയും. നിങ്ങൾ സമ്പത്തി ജമാഅത്തിന്റെ പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയും. അപ്പോൾ മദ്ഹബിന്റെ 4 മദ്ഹബ്, ആ മദ്ഹബിന് ഇമാമിങ്ങളെ പിന്തുണ പോലും നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് സമസ്തയിൽ നിർത്താന്ന് പറയാൻ ചേടായിരുന്ന കിട്ടിയെന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവർ, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യാൻ താല്പര്യമുള്ളവർ, പ്രവാചകൻ ചെയ്ത കാര്യം നന്മയാകുള്ളൂട്ടോ. അല്ലാതെ സമസ്ത മുസ്ലിയാക്കന്മാർ ജിഫ്രി പറയുന്നത് പോലെയും അമ്പലക്കടവ് പറയുന്ന പോലെയും നന്മ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂല. വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ റസൂൽ നൽകിയ നിങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തൊക്കെ ഒഴിവാക്കാൻ അള്ളാഹ് തന്നെ പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് പ്രവാചകന്റെ ചര്യയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. റസൂലിന് എത്ര നമസ്കരിച്ചു എന്ന് നമ്മുടെ ഉമ്മ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് കൃത്യത, അതാണ് വ്യക്തത, അതാണ് അംഗീകരിച്ച. അതല്ല സമസ്ത കൂടാരത്തിൽ കൂടെ പോകുകയാണെങ്കിൽ പിന്നെ അങ്ങനെ പോകുക എന്ന് മാത്രമേ അതിൽ അർത്ഥമുള്ളൂ. അതൊന്നും പുണ്യകരമായിട്ട് അള്ളാഹ് സ്വീകരിക്കൂല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സത്യമായിട്ട് പഠിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.